ഇപ്പോൾ റിഫ്ലക്ടർ വന്നതുണ്ടോ? അല്ല, ഈ സൈഡ് റിഫ്ലക്ടർ വന്നു. സുഹൃത്തുക്കളെ, ഇവിടെയൊക്കെ റോഡ് കുറേ മണ്ടന്മാരായ ഡ്രൈവർമാരുണ്ട്. അവർ പോയാൽ so high and hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. ഇന്ന് നല്ല വെയിലാട്ടോ, വെടുത്തമിട്ട വെയില്, നല്ല ചൂടുണ്ട്. ഈ കാറിൽ പോണവർക്കൊക്കെ ഭയങ്കര തണുപ്പാവും. ഇതേപോലെ വെയിലത്ത് ഹെൽമെറ്റും മക്കനിട്ട് പോണവർക്ക് ഭയങ്കര അസഹനീയതമായിട്ടുള്ള കാര്യം തോന്നാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് നമുക്ക് ഈ വെയിൽ പറഞ്ഞില്ലേ, സൂര്യൻ്റെ ചൂട്, ആ സൂര്യൻ്റെ ചൂട് നമുക്ക് എനർജി തരുന്നതാണ്. നമുക്ക് രാവിലെ ദിവസം എണീക്കാനും മറ്റൊരാളുകൾ കച്ചറുണ്ടാക്കാനും മറ്റൊരാളുകൾ സ്നേഹിക്കാനും പ്രണയിക്കാനും എന്തിന് ഞാൻ കുറച്ച് മുന്നേ വീഡിയോയിൽ പറഞ്ഞു, അവിഹിതത്തിന് പോലും നമുക്ക് എനർജി ആവശ്യമാണ്. ഈ എനർജിക്കാണ് ദൈവം നമ്മുടെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വേറെ നല്ലൊരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ. അത് നിങ്ങളാരും മറക്കരുത്. പിന്നെ വേറൊന്ന് പറയട്ടെ, നിങ്ങൾ മരിക്കാൻ പോകുമ്പോൾ എന്തായാലും ഭയപ്പെടരുത്. മരിക്കാൻ പോണ സമയത്ത് എങ്ങനെ ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾ മരിക്കുമ്പോൾ പേടിക്കരുത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, പേടിച്ചാലും നിങ്ങളുടെ ദൈവം കൊണ്ടുപോകും, പേടിച്ചിട്ടില്ലെങ്കിലും നിങ്ങളെ ദൈവം കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾ പേടിക്കാതെ നിങ്ങൾ സ്വന്തമായിട്ടുള്ളൊരു മരണത്തിന് കീഴടങ്ങുക. സുഹൃത്തുക്കളെ, ഇവിടെയൊക്കെ റോഡ് ക്രോസിംഗ്, ഇവിടെ നന്നായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റോഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് വളവാണ്, ചെറിയൊരു ഇറക്കം ഒരു വളവാണ്. അപ്പോൾ ഇവിടെ വെള്ള സൈൻ ബോർഡുകൾ റോഡിൽ രാത്രി വരുമ്പോൾ നമുക്ക് കാണാനായിട്ടുള്ളൊരു സംഭവം. ഇവിടുന്ന് വലതുവശത്തേക്ക് പോകുമ്പോൾ ഇടതുവശത്തു നിന്ന് നിങ്ങൾ വരുമ്പോഴും അത് കാണാൻ കഴിയും. ഇത് ഈ സൈൻ ബോർഡ്, ഇതൊക്കെ സൈൻ ബോർഡുകളാട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പാലിച്ചു പോകണം. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. हाँ भैया, अच्छा कैसा है? पैसा नहीं है, कैसा है? ഇതൊക്കെ ലെവൽ മാർക്കിംഗ് ആണ് കേട്ടോ. ഞാനിത് ഈ വഴി പോയപ്പോൾ ഒന്ന് എടുത്തു എന്ന് മാത്രം. ഇത് കറക്റ്റ് അളവ് നോക്കിയിട്ടാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് കഷ്ടപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവനും സ്വത്തിനും സന്തോഷത്തിനും കുടുംബത്തിനും വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾക്കിത് റോഡിൻ്റെ റൂൾസ് അനുസരിച്ച് പോവുക. ഇവര് അതെ ബായ് ठीक है മെറ്റൽ സിമെന്റ് വാട്ടർ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടുന്ന് ഇപ്പോൾ ആ തല വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പിന്നെ റോഡിലൂടെ പോകുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ റോഡിൻ്റെ സൈൻ ബോർഡുകൾ കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുക. അതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ തെറ്റുകൾ പറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അയ്യേ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഇതാണ് മൂപ്പരാണ് ഇതിൻ്റെ ആള്, മാനേജർ. നിങ്ങളുടെ പേരെന്താ? പ്രതീഷ്. ഇവിടെയൊക്കെ ഇനി സൈൻ ബോർഡുകൾ വരും കേട്ടോ, ഒരുപാട് സൈൻ ബോർഡുകൾ ഉണ്ടാകും. കാരണം ഇതൊക്കെ വളവുകളും നേരിയ ഇറക്കങ്ങളുമാണ്. നേരിയ എന്ന് പറഞ്ഞാൽ ഹൈ ടെൻഷനുള്ള വളവുകളാണ് ഇതൊക്കെ ശരിക്ക്. കാരണം വാഹനത്തിൻ്റെ സ്പീഡ്, നല്ല റോഡിൽ എപ്പോഴും ഏതൊരു ഡ്രൈവറും കാലിന്ന് ചവിട്ടി പിടിക്കുന്നതാണ്. അതുകൊണ്ട് ഇനി നമ്മൾ റോഡിൻ്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഫ്രീ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത കുറേ മണ്ടന്മാരായ ഡ്രൈവർമാരുണ്ട്. അവന് പോയാൽ മതി ശരിക്ക്. ഫ്രീ ലെഫ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ ഏതൊരു വശത്തു നിന്നോ ആ മറ്റേ ദിശയിൽ നിന്ന് വാഹനം വരികയാണെങ്കിൽ പോലും നമുക്ക് കടന്നു പോവാം. ആ മറ്റേ വാഹനങ്ങൾക്ക് അപകടമല്ലാത്ത രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോവാം. അത് എന്താണെന്ന് അറിയാത്ത കുറേ ഡ്രൈവർമാരുണ്ട്. ഇതിപ്പോൾ ഒരു
ഉദാഹരണം മാത്രം ഒന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞെന്താ അറിയോ, നമുക്ക് എവിടെയും ബഹുമാനം കൊടുത്ത് ബഹുമാനം വാങ്ങണം. പണം കൊടുത്തിട്ട് ബിസിനസ് ഉണ്ടാക്കുക പറയില്ലേ. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയാണ്. പൈസ കൊടുത്തിട്ടാണ് അവർ ബിസിനസ് ഉണ്ടാക്കണത്, കച്ചവടം ഉണ്ടാക്കണത്. അല്ലാതെ കസ്റ്റമർ തന്നെ കയറി വരില്ല. കുറച്ചൊക്കെ നമ്മൾ റിസ്ക് എടുക്കണം. പിന്നെ അതേപോലെ നിങ്ങൾ ബഹുമാനിക്കേണ്ട സുഹൃത്തുക്കളെ. കാരണം റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ അഹങ്കാരം കൊണ്ട് ഒരിക്കലും പോകരുത്. എൻ്റെ റോഡാണ്, എൻ്റെ വണ്ടിയാണ്, നിനക്ക് അതിലൂടെ പോയിക്കൂടെ, നിനക്ക് ഇതിലൂടെ പോയിക്കൂടെ എന്നൊന്നും പറയരുത് നിങ്ങൾ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ല ആൾക്കാരാണെങ്കിൽ ക്ഷമിച്ചു പോവും. അല്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിനൊക്കെ പ്രശ്നം ഉണ്ടാവും.